ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അലർജിയെ പറ്റിയാണ്. നമ്മളെല്ലാവരും സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗം, ഒരു വേർഡാണ് അലർജി എന്നുള്ളത്. എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് പലരും അത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ നമ്മൾ ഇന്ന് അതിനെപ്പറ്റി ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് അലർജി എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫായി ഡിസ്ക്രൈബ് ചെയ്യാം. അതിനുശേഷം എങ്ങനെ അലർജി വരുന്നു, എന്തൊക്കെയായിരിക്കും അതിൻ്റെ സിംറ്റംസ്, അതിൻ്റെ ലക്ഷണങ്ങൾ, അതിനെങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം, ട്രീറ്റ് ചെയ്യാം എന്നുള്ളത്. കൂടുതലും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രിവെൻഷൻ എന്ന കാര്യമാണ്. അപ്പോൾ ആദ്യം തന്നെ അലർജി എന്താണെന്ന് പറയാം. അലർജി എന്നുള്ളത് ഒരു അസുഖമായെന്ന് ആരും കാണേണ്ടതില്ല. അത് നമ്മുടെ ബോഡിയുടെ ഒരു റിയാക്ഷനാണ്. നമ്മൾ എന്തെങ്കിലും പൊടിയോ അതുപോലെയുള്ള നമുക്ക് അലർജി ഉണ്ടാവാൻ ഓരോരുത്തരും സെൻസിറ്റിവിറ്റി പാറ്റേൺസ് അനുസരിച്ച് ഡിഫറം അത് മാറിക്കൊണ്ടിരിക്കും. അത്തരം പൊടികൾക്കോ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഭക്ഷണമായിരിക്കാം, ചില ആൾക്കാർക്ക് ഏതെങ്കിലും പൊടിയോ അല്ലെങ്കിൽ വീട്ടിൽ വളർത്തുന്ന പെറ്റ്സിൻ്റെ പൂച്ചകളുടെ പെറ്റ്സിൻ്റെ തൊലിയിൽ നിന്ന് വരുന്നതോ പ്രാവിൻ്റെ ഫെദറോ ഏതെങ്കിലും ചെടിയിൽ നിന്ന് വരുന്ന ചില പൊടികളോ ഒക്കെ ആയിരിക്കാം, പോളൻസ് ഒക്കെ ആയിരിക്കാം. അപ്പോൾ അതിനോടൊക്കെ എക്സ്പോസ് ആകുന്ന സമയത്ത് ഉണ്ടാകുന്ന ബോഡി അമിതമായി റിയാക്ട് ചെയ്യുന്നതാണ്. നോർമലി തന്നെ അതിനോടൊക്കെ എക്സ്പോസ് ചെയ്യുമ്പോൾ എല്ലാവരും ഒന്നോ രണ്ടോ പ്രാവശ്യം തുമ്മും അതിനെ പുറന്തള്ളാൻ വേണ്ടി. അത് സെൻസിറ്റിവിറ്റി കൂടുതലുള്ള ആൾക്കാർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒത്തിരി പ്രാവശ്യം, ഒരു 9-10 പ്രാവശ്യം അതിൽ കൂടുതൽ വരെ കണ്ടിന്യൂസ് ആയി തുമ്മുന്നൊരവസ്ഥ ഉണ്ടാവാം, മൂക്കുന്ന് ഒലിച്ചു വരുന്നൊരവസ്ഥ ഉണ്ടാവാം. അങ്ങനെയൊക്കെ വരുന്നതിനാണ് നമ്മൾ അലർജി എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഇതൊരു ബോഡി റിയാക്ഷനാണ്, ഒരു അസുഖമായി ഇതിനെ കാണേണ്ടതില്ല. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഇത് കാലക്രമേണ ഒരു അസുഖം എന്ന രീതിയിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതെപ്പോഴും അകത്തേക്ക് ഈ പൊടികളോ എന്താണെന്ന് വെച്ചാൽ അകത്തേക്ക് കയറുന്ന ഒന്നെങ്കിൽ വായിലൂടെ കയറുന്ന ഭക്ഷണം വഴിയോ അല്ലെങ്കിൽ മൂക്കിലൂടെ ആയിരിക്കാം, ചർമ്മങ്ങളിലൂടെയും കയറാറുണ്ട്. അപ്പോൾ അതനുസരിച്ച് മൂക്കിലോ തൊണ്ടയിലോ അല്ലെങ്കിൽ ശ്വാസകോശത്തിലോ ഈവൻ ചർമ്മങ്ങളിലോ വരെ അലർജി ഉണ്ടാവാം. ആദ്യം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് മൂക്കിലൂടെ വരുന്ന അലർജിയാണ്. അലർജിക് റൈനൈറ്റിസ് എന്നാണ് അതിനെ പറയുക. ഈവൻ നമ്മൾ ലങ്സിലേക്കോ അല്ലെങ്കിൽ ശ്വാസകോശത്തിലേക്കോ പോകുകയാണെങ്കിൽ അതിനെ പറയുന്ന അലർജിക് ബ്രോങ്കിയൽ ആസ്തമ എന്നാണ്. സ്കിന്നിലേക്ക് വരികയാണെങ്കിൽ അലർജിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയും. ഇതെല്ലാം തന്നെ ഒരു പാറ്റേൺ പോലെ, ഏതെങ്കിലും ഒന്ന് വന്നിട്ട് അടുത്തത് വന്നുള്ള രീതിയിലൊരു പാറ്റേൺ പോലെയാണ് ഇത് സാധാരണ രീതിയിൽ കണ്ടുവരാറ്. ഇത് ആദ്യം മൂക്കിൽ വരണം അല്ലെങ്കിൽ ആദ്യം തൊണ്ടയിൽ വരണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഏത് പാറ്റേണിൽ വേണമെങ്കിലും വരാം. അപ്പം മൂക്കിൻ്റെ അകത്തേക്ക് വരുന്ന അലർജി എന്ന് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ആദ്യം വരുന്ന സിംറ്റം മിക്കപ്പോഴും തുമ്മലായിരിക്കാം. സഹിക്കാൻ പറ്റാത്ത രീതിയിൽ കണ്ടിന്യൂസ് ആയി തുമ്മിക്കൊണ്ടിരിക്കുക. ആ തുമ്മൽ കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, തുമ്മൽ കാരണം വേദന വരിക, തലവേദന വരിക, കഫം കെട്ടിയെന്നിട്ട് തലവേദന വരിക, ഈ കഫം തൊണ്ടയിലേക്ക് പോകുന്ന കാരണം തൊണ്ടയിലുണ്ടാകുന്ന വേദന, അലർജിക് ഫാരിഞ്ചൈറ്റിസ് പോലത്തെ ബുദ്ധിമുട്ടുകൾ, അതേപോലെ ലങ്സിലേക്ക് പോകണമെങ്കിൽ ഉണ്ടാകുന്ന ശ്വാസ ബുദ്ധിമുട്ട്, അലർജിക് ആസ്മ പോലുള്ള വലിവ് പോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. ചില ആൾക്കാർക്ക് മൂക്കൊലിപ്പായിട്ടാണ് ഇത് ഉണ്ടാവുക. അങ്ങനെയും ഉണ്ടാകാനുള്ള സാധ്യതകളാണ്. ഒത്തിരി പേർക്ക് ഇത് മൂക്കിൻ്റെ അകത്ത് വരുന്ന കഫം കാരണമുള്ള ബ്ലോക്കായിട്ടും അനുഭവപ്പെടാറുണ്ട്. മൂക്ക് ബ്ലോക്കായി, ദശവളർച്ച കാരണമുള്ള മൂക്ക് ബ്ലോക്കായിട്ടും ഇത് അനുഭവപ്പെടാറുണ്ട്. അപ്പം അത്തരം ആൾക്കാർക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ഇതിൻ്റെ സെക്കൻഡറി ആയിട്ട് വരുന്ന സൈനസൈറ്റിസ് ഒക്കെ വളരെ കോമൺ ആണ്. അതേപോലെ തന്നെയാണ് ഈ കഫം ചെവിയിലേക്ക് പോയിട്ടുണ്ടാകുന്ന ചെവിക്കുള്ള ബുദ്ധിമുട്ടുകളും ഇതിൽ കോമൺ ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് നമ്മൾ അലർജീൻ്റെ ഇവാലുവേഷൻ ചെയ്യാൻ ഒരു ഡോക്ടറെ അടുത്തേക്ക് പോകേണ്ടതിൻ്റെ ആവശ്യകത കയറി വരുന്നത്. ഡോക്ടറെ കൺസൾട്ട് ചെയ്ത ഉടനെ നമ്മൾ ഈ ഡീറ്റെയിൽസ് എടുക്കുമ്പം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാവും ഏത് പെർട്ടിക്കുലർ സാധനത്തിനാണ് നിങ്ങൾക്ക് അലർജി ഉണ്ടാവാൻ സാധ്യതയുള്ളത്. കോമൺലി കാണുന്നത് ഹൗസ് ഡസ്റ്റ് അഥവാ വീടിനകത്തുണ്ടാകുന്ന പൊടിയിൽ നിന്നാണ് അലർജി എന്നുള്ളതാണ്. അപ്പോൾ ആ പൊടിയിൽ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അത്രയും ചെറിയ രീതിയിലുള്ള മൈറ്റ്സ് ഉണ്ടാവും, പ്രാണികളുണ്ടാവാം, ഡസ്റ്റ് മൈറ്റ്സ് ഉണ്ടാവും. അതിൻ്റെ ബോഡി ഉണ്ടാകുന്ന റിയാക്ഷനാണ് അത്തരം അലർജികൾക്ക് ഏറ്റവും കോമൺ ആയി വരുന്ന കാരണം എന്ന് പറയുന്നുള്ളത്. പിന്നെ വീട്ടിൻ്റെ പുറത്തുള്ള പൊടി, അത് ആക്ച്വലി അകത്തുള്ള പൊടിയിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്, അതിനും ഉണ്ടാവാം. വീട്ടിൽ ഗാർഡനുള്ള ആൾക്കാർക്ക് ചെടിയിൽ നിന്ന് വരുന്ന പോളൻസ് പൊടികളിൽ നിന്നുണ്ടാവാം. വീട്ടിൽ പെറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്നുണ്ടാവാം. അത് നിങ്ങളുടെ ഭക്ഷണം, പലതരത്തിലുള്ള ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്നതും വളരെ കോമൺ ആണ്. പിന്നെ കോമൺ ആയിട്ട് കാണുന്നതാണ് ഫംഗസ്. അതായത് നമ്മുടെ വീടിൻ്റെ ഭിത്തികൾ, ചുമരിലൊക്കെ ഉണ്ടാകുന്ന ഫംഗസ് ഗ്രോത്തുകൾ, അല്ലെങ്കിൽ ഫ്രെയിമിലൊക്കെ ഉണ്ടാവും. വീടിന് എന്തെങ്കിലും ഫ്രെയിമൊക്കെ വീടിൻ്റെ അകത്ത് തൂക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലുണ്ടാകുന്നതിൻ്റെ ബാക്ക് സൈഡിലുണ്ടാകുന്ന ഫ്രെയിംസിലുണ്ടാകുന്ന ഫംഗസുകൾ, നമ്മുടെ ഫേർണിച്ചറിൻ്റെ അകത്തും താഴെയൊക്കെ ആയിട്ട് നമ്മൾ കാണാത്ത രീതിയിൽ ഉണ്ടാകുന്ന ഫംഗസുകൾ, അതിൽ നിന്നും ഉള്ള അലർജിയും വളരെ കോമൺ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ സിംറ്റംസ് വരുമ്പോൾ ഉടനെ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്നത് ഒരു ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നിങ്ങളോട് ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഒരു മൂക്കിൻ്റെ അകത്തൂടെ ഒരു എൻഡോസ്കോപ്പി, ഒരു ട്യൂബ് ഇട്ടിട്ട് മൂക്കിൻ്റെ അകത്തുനിന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. അതിലൂടെ നിങ്ങളുടെ മൂക്കിൻ്റെ അകത്തുള്ള കഫം എത്രത്തോളം ഉണ്ട്, എന്തെങ്കിലും ദശവളർച്ചയോ പോളിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് മനസ്സിലാവാം. അതേപോലെ തന്നെയാണ് മൂക്കിൻ്റെ എക്സ്റേ അല്ലെങ്കിൽ CT സ്കാൻ പോലുള്ള സംവിധാനങ്ങളിലൂടെ മൂക്കിൻ്റെ അടുത്ത ഭാഗത്തായിരിക്കുന്ന സൈനസിൻ്റെ അകത്തുള്ള കഫം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനും ഈ എക്സ്റേ CT സ്കാൻ പോലുള്ള ടെസ്റ്റുകൾ കൊണ്ട് പറ്റും. അപ്പോൾ അതോടുകൂടി നമുക്കൊരു ഐഡിയ കിട്ടും. അതുകൂടാതെ ഏത് പെർട്ടിക്കുലർ പൊടിക്കാണ് നിങ്ങൾക്ക് അലർജി ഉള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും ഫുഡിനാണോ എന്നുള്ളത് മനസ്സിലാക്കാനായി അലർജിക് സ്കിൻ പ്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റും കൂടെ ഉണ്ട്. അതും കൂടെ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ഇന്ന പെർട്ടിക്കുലർ പൊടിക്കാണ് അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള ഭക്ഷണത്തിനാണ്, ഇന്ന അലർജനാണ് നിങ്ങൾക്ക് അലർജി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ
അകറ്റി നിർത്തുക എന്നുള്ളതാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ ആദ്യപടി. അതിനുവേണ്ടി ഈ ടെസ്റ്റ് വളരെ ഉപകരിക്കും. അതുകൂടാതെ ബ്ലഡിലുള്ള അലർജീൻ്റെ റിയാക്ഷൻസ് കാരണം ഉണ്ടാകുന്ന IgE പോലത്തെ ലെവലുകളൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സിവിയാരിറ്റി, അലർജീൻ്റെ സിവിയാരിറ്റി എത്രത്തോളം എന്നുള്ളത് മനസ്സിലാവും. ഇതൊന്നും കൂടാതെ റെയർലി ചില ആൾക്കാർക്ക് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്ലഡിൻ്റെ അകത്ത് ഒരു ചേഞ്ച് ഉണ്ടാവില്ല. ബ്ലഡിലുള്ള ഈ പറഞ്ഞ IgE ലെവലൊക്കെ നോർമലായിരിക്കാം, പക്ഷേ മൂക്കിൻ്റെ അകത്ത് മാത്രം ലോക്കലായിട്ട് വരുന്ന ഒരു അലർജി പാറ്റേൺ, അതിനെ നമ്മൾ നോൺ അലർജിക് റൈനൈറ്റിസ് എന്നാണ് പറയുക. അതും റൈനൈറ്റിസ് വിത്ത് ഈസോഫിലിയസ് സിൻഡ്രോം അങ്ങനെയാണ് പറയുക, NARES. അതും വളരെ കോമൺ ആയിട്ട് വരുന്നൊരു കുറച്ച് കോമൺ ആയിട്ട് വരുന്നൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടാവും, അവർക്ക് ബ്ലഡിൽ നോർമലായിരിക്കും, പക്ഷേ ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ എൻഡോസ്കോപ്പി മുതൽ CT സ്കാൻ, അതുപോലെ സ്കിൻ പ്രിക് ടെസ്റ്റ് ഒക്കെ വഴി നമുക്ക് തിരിച്ചറിയാവുന്നതാണ്. ഇങ്ങനെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ മരുന്നുകൾക്കൊക്കെ മുമ്പേ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അവോയ്ഡൻസ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് അലർജി ട്രീറ്റ്മെൻറ്റ്. ഏത് പെർട്ടിക്കുലർ സാധനം, പൊടിയാണോ അല്ലെങ്കിൽ ഭക്ഷണപാനീയമാണോ നിങ്ങൾക്ക് അലർജി എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് അകറ്റി നിർത്തുക. വീടിൻ്റെ അകത്താണെങ്കിൽ വീടിൻ്റെ അകം ക്ലീൻ ആക്കി ഇരിക്കാനുള്ള കുറച്ച് ടെക്നിക്സ് ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ എപ്പോഴും പൊടി ഉണ്ടാവും. അത് നമ്മൾ അവിടെ എവിടെയെങ്കിലും തൂക്കിയിട്ടിട്ട് നമ്മുടെ ഫാൻ ഓൺ ചെയ്ത് ഉറങ്ങാൻ വേണ്ടി ഫാൻ AC ഓൺ ചെയ്ത് കിടക്കും. ആ പൊടി നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് മിക്സ് ആയത് നമ്മുടെ മൂക്കിലേക്ക് വന്നിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഫസ്റ്റ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ്, ഒന്നെങ്കിൽ നമ്മൾ ഡ്രസ്സിങ് റൂമിൽ ഒരു പാർട്ടീഷൻ കൊടുക്കാം. അതല്ലെങ്കിൽ ഇത്തരം ഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യുക, വേറെ റൂമിലേക്ക് വെക്കുക, അല്ലെങ്കിൽ കബേർഡിൻ്റെ അകത്ത് വെച്ച് അടച്ചിട്ട് മാത്രം ഫാനോ AC എന്താണെന്ന് വെച്ചാൽ ഓൺ ചെയ്യുക. അപ്പോൾ ഇത്തരം പൊടികൾ നമ്മുടെ എക്സ്പോസ് ആകുന്നത് കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഫാൻ, AC ഇതൊക്കെ ക്ലീൻ ചെയ്ത് AC-ൻ്റെ അകത്തുള്ള ഫിൽറ്റർ, ഇപ്പോൾ കുറച്ച് ആൾക്കാർക്ക് അവയർനെസ് ഒക്കെ കയറി വരുന്നുണ്ടെങ്കിലും മുമ്പത്തെ ആൾക്കാർക്കൊന്നും അറിയില്ല. അപ്പോൾ ഫിൽറ്റർ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫാൻ ആണെങ്കിലും എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക. ബെഡിൻ്റെ അടിഭാഗം, കട്ടിലിൻ്റെ അടിഭാഗം, അതുപോലെ ഡിസൈനുള്ള കട്ടിലൊക്കെയാണെങ്കിൽ ആ ഡിസൈൻ വരുന്ന ഭാഗങ്ങൾ, സ്വിച്ച് ബോർഡിൻ്റെ മേൽഭാഗം, അതുപോലെ ടേബിളിൻ്റെ കബേർഡിൻ്റെ ഒക്കെ മേൽഭാഗത്തൊക്കെ പൊടി ഉണ്ടാകും. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കുക എന്നുള്ളതാണ്. ബെഡ്ഷീറ്റ് ഇടയ്ക്കിടയ്ക്ക് മാറ്റുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെല്ലാവരും ചെയ്യുന്നതാണ്, എന്നാലും മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുകൂടെ തന്നെ ബാത്റൂമിൻ്റെ മുറ്റത്തുണ്ടാകുന്ന കാർപ്പറ്റിലുണ്ടാവാം പൊടി, അതും മാറ്റി. പിന്നെ കേർട്ടൻസിലുണ്ടാവാം. അപ്പോൾ കേർട്ടൻസ് മാറ്റി ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് കേർട്ടൻസ് ഒക്കെ ആക്കുകയാണെങ്കിൽ ക്ലീനിങ്ങിന് എളുപ്പമായിരിക്കും. ഇത്തരം ചെറിയ ചെറിയ ടെക്നിക്സ് കൊണ്ട് നമുക്കൊരു പരിധിവരെ പൊടി വീടിൻ്റെ അകത്ത് നമ്മുടെ എക്സ്പോസ് ആകുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൂടാതെ അഥവാ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ടെസ്റ്റ് വഴി ഫംഗസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ബുദ്ധിമുട്ട് മനസ്സിലാവണമെങ്കിൽ അതും ഒന്ന് ക്ലീൻ ആക്കി വെക്കാനുള്ള വഴികളൊക്കെ നോക്കുക. നിങ്ങളുടെ പെറ്റ്സിൽ നിന്നൊക്കെ ഒരു അകലം പാലിക്കുക. അതാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, നിങ്ങൾ അതിൽ അകലം പാലിക്കുക. ഏത് പെർട്ടിക്കുലർ ഭക്ഷണമാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ അത് കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ അത് കുറക്കുക എന്നുള്ളതാണ് ആദ്യപടിയായി ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞ് അതിൻ്റെ മേലെയാണ് നമ്മൾ തരുന്ന എല്ലാ മെഡിസിൻസും. ഓർത്തിരിക്കണം, അലർജി എന്നുള്ളത് ഒരു അസുഖമായി കാണാത്ത സ്ഥിതിക്ക് ഇത് പൂർണ്ണമായി അകറ്റാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. ഇതിനെ കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ളത് മാത്രമേ നമ്മളെ കൊണ്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ മൂക്കിൻ്റെ അകത്തേക്ക് കൊടുക്കുന്ന ഒരു സ്പ്രേ ഉണ്ട്. ആ സ്പ്രേ നമ്മൾ റെഗുലർലി ഡെയിലി ഒരു തവണ, ഒരു നേരം 2 തവണയായി ഉപയോഗിക്കുകയാണെങ്കിൽ, ഒരു നേരം എന്നുള്ള രീതിയിൽ ഓരോ മൂക്കിലും 2 തവണ അടിക്കണം. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം വരെയൊക്കെ ആദ്യം സ്ഥിരമായി ഉപയോഗിക്കേണ്ടി വരും. പിന്നെ നമുക്കത് കുറച്ച് കൊണ്ടുവരാനും കാലക്രമേണ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം 1-2 ദിവസത്തേക്ക് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കാനും പറ്റും. ഇത് എപ്പോഴും കയ്യിൽ ആ മെഡിസിൻ നമ്മൾ കരുതുന്നതിൻ്റെ ആവശ്യകത അതാണ്. എപ്പോഴും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആവശ്യം വന്നേക്കാം, അന്നേരം 1-2 ദിവസം ഉപയോഗിക്കുക എന്നുള്ളത്. അത് സ്ഥിരമായി ഒന്ന് ഉപയോഗിക്കണം. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ടാബ്ലറ്റ്സ് ഉണ്ടാവാം. പിന്നെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇത് കരുതി, ആ യാത്രയ്ക്ക് പോകുമ്പോഴൊക്കെ നമ്മളത് കയ്യിലുണ്ടാണെങ്കിൽ അവിടെ നിന്ന് ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ യാത്രക്ക് ഒരു ദിവസം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത് ആ യാത്ര കഴിഞ്ഞ് വരുന്നവരെ ഉപയോഗിക്കുകയാണെങ്കിൽ അന്നേരം നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെയാണ് ഭക്ഷണം പോലുള്ള കാര്യങ്ങളിലുള്ള കൺട്രോളും വരുന്നത്. അപ്പം ഇതൊക്കെ സ്ഥിരമായി ചെയ്ത്, ഇനി ആസ്മ പോലത്തെ ബുദ്ധിമുട്ടുകളോ വലിവൊക്കെ ആണെങ്കിൽ അതിനുവേണ്ടി ഇൻഹേലേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളത്, ബ്രീത്തിങ് എക്സസൈസ് കുറച്ച് ചെയ്യാനുണ്ടാവാം, ഇതൊക്കെ ചെയ്യാന്നുള്ളത്. പക്ഷേ ചില ആൾക്കാർക്ക് ഇതൊക്കെ ചെയ്തിട്ടും കൺട്രോൾ ആവാതെ മൂക്കിന് ദശയോ മറ്റോ വരികയാണെങ്കിൽ അതിന് ഒരു സർജറി വഴി, ആ ദശയൊക്കെ എൻഡോസ്കോപ്പിക് സർജറി വഴി, മൂക്കിൻ്റെ അകത്തേക്ക് ട്യൂബിട്ട് ചെയ്യുന്ന ഒരു ഇൻവേസീവ് സർജറി വഴി നമുക്കതൊക്കെ ദശയൊക്കെ എടുത്തു കളയാൻ പറ്റുന്നതാണ്. എടുത്ത് കളഞ്ഞാലും ഇത് വീണ്ടും വരാതിരിക്കാൻ വേണ്ടി ഈ പറഞ്ഞ പോലെ സ്പ്രേ ഒക്കെ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ അതാണ് അലർജിയെ പറ്റി പറയാനുള്ളത്. പ്രിവെൻഷനാണ് ഏറ്റവും കൂടുതൽ ഇതിൽ നമ്മൾ സ്വയം ചെയ്യേണ്ട ഒരുപാട് പ്രിവെൻറ്റീവ് മെഷേഴ്സാണ് ഏറ്റവും കൂടുതൽ ഇതിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. അങ്ങനെയാണ് നമുക്കിതിന് ട്രീറ്റ് ചെയ്യാൻ പറ്റുക.